പ്രൈസ് ദി ലോർഡ്. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ സന്യാസ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ചില ഇൻറ്റിമസികളെ പറ്റി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, സൈക്കോളജിയിൽ കുറേയേറെ ഇൻറ്റിമസികളുണ്ട്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന പലതരത്തിലുള്ള ഇൻറ്റിമസികളെ പറ്റി സൈക്കോളജിയിൽ പറയാറുണ്ട്. സന്യാസ ജീവിതത്തിൽ, ഒരു റിലീജിയസ് ലൈഫിൽ ഇതിനെ എങ്ങനെ, ഏത് മേഖലയിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഒന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അതിലൊന്നാമത്തെ ഇൻറ്റിമസി എന്ന് പറയുന്നത് ഫിസിക്കൽ ഇൻറ്റിമസിയാണ്. ഈശോയുടെ ജീവിതം എടുത്തു നോക്കിയാൽ ഒറ്റ വാക്കിൽ പറയാം, അവൻ തൊട്ടു സുഖമാക്കി എന്ന് പറയാം. തൊട്ടു സുഖമാക്കുന്ന ഈശോയുടെ ആ ഇൻറ്റിമസി പ്രത്യേകമായിട്ട് ആതുര ശുശ്രൂഷ മേഖലയിൽ, മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ, ശുശ്രൂഷ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കേണ്ട ഒരു മേഖലയാണ് ഈ ഫിസിക്കൽ ഇൻറ്റിമസി. നമ്മൾ സ്പർശിക്കുമ്പോൾ, രോഗികളെ സുഖപ്പെടുത്തുവാനായിട്ട് നമ്മൾ അവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഈ കർത്താവ് തൊടുന്ന ഒരു അനുഭവത്തിൽ തൊടുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് ഈ ഫിസിക്കൽ ഇൻറ്റിമസി കൂടുതൽ പ്രായോഗികമാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഇൻറ്റിമസിയാണ്. നമുക്കറിയാം, പ്രത്യേകമായിട്ട് അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്ന ഒത്തിരിയേറെ സന്യസ്തരുണ്ട്. വൈദികരായിട്ടുള്ളവർ, സന്യസ്തരായിട്ടുള്ളവരും അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നവരാണ്. അറിവ് പകർന്നു നടക്കുന്ന മേഖലയിൽ അവരുടെ മുമ്പിലിരിക്കുന്ന സ്റ്റുഡൻസുമായിട്ട് ഒരു ഇന്റലക്ച്വൽ ഇൻറ്റിമസി നമുക്കുണ്ടായിരിക്കണം. ആ കുഞ്ഞുങ്ങളുടെ ലെവലിലേക്ക് ഇറങ്ങി ഒന്ന് ചിന്തിക്കുവാനായിട്ട്, അവർ കാണുന്ന കാഴ്ചപ്പാടിലൂടെ വിഷയത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ഈ ഇന്റലക്ച്വൽ ഇൻറ്റിമസി ഡെവലപ്പ് ആവുകയും അതിലൂടെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ അറിവ് പകർന്നു കൊടുക്കുന്ന, അതിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ സാധിക്കുകയും ചെയ്യും. മറ്റൊരു മേഖലയാണ് ഇമോഷണൽ ഇൻറ്റിമസി. നമുക്കറിയാം, ഈ ശുശ്രൂഷ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സൈക്കോളജി. സൈക്കോളജിയിൽ പ്രത്യേകമായിട്ട് മറ്റുള്ളവരെ കേൾക്കുന്ന ഒരു മേഖലയാണത്. അപ്പോൾ ഇമോഷണൽ ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ ആയിട്ട് നമ്മുടെ ശുശ്രൂഷ ചെയ്യുന്ന സന്യസ്തരും വൈദികരും മാറുകയാണ് എങ്കിൽ അത് കൂടുതൽ അനുഗ്രഹമായിട്ട് മറ്റുള്ളവർക്ക് മാറും. ഈശോ സമരിയാക്കാരി സ്ത്രീയെ സന്ദർശിക്കുവാനായിട്ട്, അവളുടെ ജീവിതത്തിലേക്ക് കടന്നില്ലുവാനായിട്ട് കിണറ്റിന്റെ കരയിൽ കാത്തിരുന്നു എന്നാണ് പറയുക. അപ്പൊ അവളുമായിട്ടൊരു ഇൻറ്റിമസി, ഒരു ബോണ്ട് കർത്താവ് ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ അവളെ അറിയുവാനും അവളുടെ ഹൃദയത്തെ കാണുവാനും കർത്താവിന് സാധിച്ചത്. അപ്പം ഇങ്ങനെയുള്ള ഒരു മേഖല നമ്മൾ വളർത്തിയെടുക്കുവാനായിട്ട് നമ്മളൊന്ന് പരിശ്രമിക്കുന്നതാണ്. അതിന്റെ പേരാണ് ഇമോഷണൽ ഇൻറ്റിമസി. മറ്റൊരു മേഖലയാണ് സ്പിരിച്വൽ ഇൻറ്റിമസി. സ്പിരിച്വൽ ഇൻറ്റിമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുമ്പസാരക്കൂട്ടില് ശുശ്രൂഷ ചെയ്യുന്ന വൈദികരാണ് കൂടുതലും. വൈദികരെ സംബന്ധിച്ചിടത്തോളം, സന്യസ്തരായ വൈദികരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തിയുമായിട്ടൊരു സ്പിരിച്വൽ ബോണ്ട് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട്, അത് കുമ്പസാരക്കൂട്ടിലും കൗൺസിലിങ്ങിലും സ്പിരിച്വൽ കൗൺസിലിങ്ങിലും ഒക്കെ നമുക്കിങ്ങനെ ഒരു ഇൻറ്റിമസി ബോണ്ട് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചാൽ അത് നമ്മുടെ ശുശ്രൂഷ മേഖലയെ വളരെയേറെ സഹായിക്കും. മറ്റൊരു മേഖലയാണ്, നമുക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരു മേഖലയാണ് ഹ്യൂമർ ഇൻറ്റിമസി. കേൾക്കുമ്പോൾ നമുക്ക് ചിരിയായിട്ട് തോന്നും. ഹ്യൂമർ ഇൻറ്റിമസി എന്ന് പറഞ്ഞൊരു ഇൻറ്റിമസി ഉണ്ടോ? നമ്മൾ ഒത്തിരിയേറെ സോഷ്യൽ വർക്ക് ചെയ്യുന്ന പല കോൺഗ്രിഗേഷൻസും അവരുടെ ജീവിതം ഈ സോഷ്യൽ വർക്കിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പൊട്ടിച്ചിരിക്കുന്ന ഹൃദയമുള്ള വ്യക്തിയിലേക്ക് മറ്റുള്ളവർ എത്രയും പെട്ടെന്ന് ഓടിയെത്തുവാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഒരു ഹ്യൂമർ സെൻസിലൂടെ ഒരു ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മുടെ സന്യസ്തരും വൈദികരും മാറണമെന്നാണ് നമ്മൾ തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. അത് നമുക്കൊരു അനുഗ്രഹമായിട്ട് തീരട്ടെ. മറ്റൊരു ഇൻറ്റിമസിയെ പറ്റി പറയുകയാണെങ്കിൽ അത് ഫ്യൂച്ചർ ഓറിയന്റഡ് അല്ലെങ്കിൽ ഗോൾ ഓറിയന്റഡ് ഇൻറ്റിമസിയാണ്. പ്രത്യേകമായിട്ട് നമ്മളെ എക്ലീസിയാസ്റ്റിക്കൽ അധികാരികളായിട്ട്, സഭയുടെ സുപ്പീരിയേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങൾ കയ്യേറിയുന്ന വ്യക്തികളായിട്ട്, അവിടെ ഇരിക്കുന്ന വ്യക്തികളായിട്ടുള്ളവർ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു ഇൻറ്റിമസി കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഗോൾ ഓറിയന്റഡ്, ഫ്യൂച്ചർ ഓറിയന്റഡ് ഇൻറ്റിമസി ഉള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ശുശ്രൂഷ മേഖലയെ ഒത്തിരിയേറെ അനുഗ്രഹപ്രദമുള്ളതാക്കി മാറ്റും. നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇൻറ്റിമസികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുവാനായിട്ട് സാധിക്കട്ടെ. സൈക്കോളജി ദൈവം കൂടെ അറിഞ്ഞ് ഈ ലോകത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ദാനമാണ്. അതിലൂടെ ചെറിയ ചെറിയ ശുശ്രൂഷ മേഖലകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ആത്മീയ ശുശ്രൂഷ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുകയും അതിലൂടെ നമ്മളും വ്യക്തിപരമായിട്ട് വളരാൻ സാധിക്കുന്നവരായിട്ട് മാറുകയും ചെയ്യട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു.